ഹായ് ഓൾ, വെൽക്കം ടു ട്രേഡ് സൈക്ലോപീഡിയ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പേടിഎം മണി സ്റ്റോക്ക് ബ്രോക്കറിനെ പറ്റി ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ്. പേടിഎം മണി ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. മാർക്കറ്റിൽ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ലീഡിങ് കോമ്പറ്റീറ്റർ ബ്രോക്കേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും, ബട്ട് അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ഫ്രഷ് ലുക്കിംഗ് ഇൻ്റർഫേസും കുറച്ചധികം ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ പേടിഎം മണിയിലുണ്ട്. സോ ഞാനതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. അതിനു മുന്നേ ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് ആൻഡ് ഫസ്റ്റ് ടൈം ഫണ്ട് അഡീഷൻ ആൻഡ് ആക്ടിവേഷൻ പ്രോസസ്സ് അത് വളരെ ഈസിയാണ്. നമുക്കൊരു വൺ ഡേയിൽ തന്നെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാം. സോ ഞാനത് ചെയ്ത സമയത്ത് ഞാനത് റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് ടോപ്പിലെ സജഷൻസിൽ കൊടുക്കാം. സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. കാരണം ഡീറ്റെയിൽഡ് പ്രോസസ്സ് സ്റ്റെപ്സ് അതിൻ്റെ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എനിവേ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇതിൻ്റെ രണ്ട് വേർഷൻസ് ആണ്, വെബ് ബേസ്ഡ് വേർഷൻസ്. അതായത് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന നോർമൽ വെബ് ഇൻ്റർഫേസും ദെൻ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷനിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഫീച്ചർ ഇപ്പോൾ കറൻ്റ്ലി ആൻഡ്രോയിഡിൽ മാത്രമാണ് അവൈലബിൾ. അവർ ഫ്യൂച്ചർ റിലീസിൽ iOS-ൽ ഐഫോണുകളിൽ ഉള്ള വെർഷനിൽ അത് ഫ്യൂച്ചറിൽ റിലീസ് ചെയ്യും. കറൻ്റ്ലി അതില്ല. സോ ആൻഡ്രോയിഡ് മൊബൈൽ വെർഷൻ മാത്രമാണ്. ഞാനത് രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം വെബ് ബേസ്ഡ് കാണിക്കാം, അതിനുശേഷം മൊബൈൽ വെർഷനും കാണിക്കാം. നമുക്ക് ആദ്യം വെബ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇതാണ് കമ്പ്യൂട്ടറിൽ ptmmoney.com എന്നുള്ളതാണ് ഇതിൻ്റെ ബ്രൗസർ വെബ് URL. സോ അത് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ലോഗിൻ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വെബ് ഇൻ്റർഫേസിലേക്ക് വരും. സോ പേടിഎം ഓൾറെഡി തന്നെ മ്യൂച്വൽ ഫണ്ട്സ്, NPS, സൂപ്പർ സേവ് ഫണ്ട്സ് ഇതെല്ലാം പേടിഎം ഈ സെക്ടറിൽ അവൈലബിൾ ആയിരുന്നു. ഇതെല്ലാം ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ ബട്ട് റീസെൻ്റ്ലിയാണ്, അതായത് ഈ വർഷമാണ് ഇവർക്ക് സ്റ്റോക്ക് ബ്രോക്കർ ലൈസൻസ് കിട്ടിയതും പിന്നെ അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഫീച്ചർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതും. അപ്പോൾ വളരെ കോംപ്രമൈസിങ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്കത് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റാണ് നമുക്കിപ്പോൾ കറൻ്റ്ലി ഓപ്ഷൻ എടുക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഞാൻ പോവാം. സോ വെബ് ബേസ്ഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഡാഷ്ബോർഡ്. സോ ബൈ ഡിഫോൾട്ട് വരുന്ന സ്ക്രീൻ ഇതാണ്. ഞാനിപ്പം കറൻ്റ്ലി എൻ്റെ വാച്ച് ലിസ്റ്റ് ഒക്കെ എംറ്റി ആക്കി വെച്ചേക്കുവാണ്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, ജസ്റ്റ് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തതേ ഉള്ളൂ, ഒരു മിനിമം ഫണ്ട് ആഡ് ചെയ്തിട്ട്. സോ ഡാഷ്ബോർഡിലേക്ക് കടന്നാൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു നിഫ്റ്റി 50 ഡാഷ്ബോർഡ് കാണാം. അതൊരു ക്യാൻഡിൽ സ്റ്റിക്ക് ഒന്നുമല്ല, നോർമൽ ഒരു ചാർട്ട്, ഒരു പ്രൈസ് റീഡിങ് ചാർട്ട്, ഒരു ഹിസ്റ്റോറിക് ഡാറ്റ കാണാം. അതായത് നമുക്ക് ടോഗിൾ ചെയ്ത് വൺ ഡേ 1 വീക്ക് 1 മന്ത് അങ്ങനെ നിഫ്റ്റിയുടെ പെർഫോമൻസ് കാണാം. ഇവിടുന്ന് നിഫ്റ്റി വേണമെങ്കിൽ സ്വാപ്പ് ചെയ്ത് നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഡാഷ്ബോർഡിൽ തന്നെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, NSE BSE. സോ നിഫ്റ്റി 50 ആണ് ബൈ ഡിഫോൾട്ട് ഉള്ളത്. സോ ഒരു 1 ഇയർ ഡാറ്റ, 1 ഇയർ പെർഫോമൻസ് കാര്യങ്ങൾ, നിഫ്റ്റിയുടെ ആ ഫോള്, കറണ്ട് ലൈവ് പ്രൈസ് ആണ്. ഇപ്പം കറൻ്റ്ലി നിഫ്റ്റി 11,548 ട്രേഡ് ചെയ്യുന്നു. സോ അതിൻ്റെ താഴെ ഒരു സമ്മറി ആയിട്ട് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് എൻ്റെ പോർട്ട്ഫോളിയോയിലാണ്. ഞാനൊരു 250 റുപ്പീസ് ഞാനൊരു സ്റ്റോക്ക് വാങ്ങിച്ചതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ കറണ്ട് വാല്യൂ, ഓവറോൾ റിട്ടേൺസ് അത് താഴെ ഒരു സമ്മറി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ വരുന്നത് ടുഡേയ്സ് പെർഫോമൻസ്, അതായത് ടുഡേയ്സ് എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്ക് ടുഡേ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സമ്മറി. അപ്പം നമുക്ക് ആ ഡാഷ്ബോർഡിൽ എന്തൊക്കെ കാണാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. സോ ടുഡേ പെർഫോമൻസിൻ്റെ ഒരു സമ്മറി കാണാം. അതിൻ്റെ തൊട്ട് താഴെ തന്നെ പോർട്ട്ഫോളിയോ പെർഫോമൻസ്, അതായത് പോർട്ട്ഫോളിയോ പെർഫോമൻസ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കറൻ്റ്ലി ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് മാത്രമാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ഞാൻ ഒരു 5 സ്റ്റോക്ക് വാങ്ങിച്ചതാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അത് ഹോൾഡിങ്സിലുണ്ട്. അപ്പോൾ അതിൽ ഹയസ്റ്റ് ഗെയിൻ, ഹയസ്റ്റ് വാല്യൂ. സോ അതിൻ്റെ ഒരു സമ്മറി, പോർട്ട്ഫോളിയോയിൽ കുറേയധികം സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹോം ഡാഷ്ബോർഡിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സമ്മറി കാണാം. അത് എങ്ങനെ പെർഫോം ചെയ്യുന്നു, ലീഡിങ്, ഹയസ്റ്റ് പെർഫോമർ, ഹയസ്റ്റ് ഗെയിൻ ഉള്ളത്, അതിൻ്റെ വാല്യൂ വൈസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ സമ്മറി ഇതിൽ കാണാം. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഫണ്ട്സ് അവൈലബിൾ. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഫണ്ട് ആഡ് ചെയ്യാം. മിനിമം ആഡ് ചെയ്യേണ്ട ഫണ്ട് 1000 റുപ്പീസ് ആണ്. സോ ഫസ്റ്റ് ടൈം ഫണ്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു ചാർജ് ഉണ്ട്. അത് എൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 590 റുപ്പീസ് ചാർജ്, അതായത് 1000 രൂപ നമ്മൾ ആദ്യമായിട്ട് 1000 രൂപ ആഡ് ചെയ്യുമ്പോൾ ഒരു 1 ടൈം KYC ചാർജ് പ്ലസ് ഒരു AMC ഫീ ഉണ്ട്. അത് രണ്ടും കൂടെ ടോട്ടൽ ഒരു 590 റുപ്പീസ് ഡിഡക്റ്റ് ആയിട്ട് റിമൈനിങ് ആയിട്ടുള്ള ബാലൻസ് 410 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിങ്ങിന് ചാർജുകളൊന്നും ഇല്ല എങ്കിൽ പോലും ഈ ഫസ്റ്റ് ടൈം ഫണ്ട് ആഡ് ചെയ്യുമ്പം ഈ 590 റുപ്പീസ് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് ആണ് നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ ഒരു 590 റുപ്പീസ് നമുക്കൊരു ചാർജ് ഉണ്ട്. അതിൽ 1 ടൈം KYC പ്ലസ് AMC ഫീ. ആൻഡ് ഇവിടുന്ന് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ഫണ്ട് ആഡ് ചെയ്യാം. UPI അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തിട്ട് ആഡ് ഫണ്ട്സ് കൊടുത്തിട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ഈ മാർക്കറ്റ് ഇൻഡിസസ്, ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ.
കാരണം നമ്മൾ സാധാരണ സെക്ടോറിയൽ പെർഫോമൻസ്, അതായത് നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഓട്ടോ സെക്ടർ, അങ്ങനെ സെക്ടോറിയൽ വൈസ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ NSE വെബ്സൈറ്റ് ഫോളോ ചെയ്യുന്ന അതിലെ മൂവേഴ്സ്, ലീഡിങ് പെർഫോമേഴ്സ്, അങ്ങനെ ടോപ്പ് ലൂസേഴ്സ്, ഇതെല്ലാം നമ്മൾ സെക്ടോറിയൽ പെർഫോമൻസ് NSE സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ തേർഡ് പാർട്ടി വെബ്സൈറ്റ് ഫോളോ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൽ ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ ഇപ്പോൾ നമ്മളിവിടെ മാർക്കറ്റ് ഇൻഡസ്ട്രീസിൽ വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഇൻഡസ്ട്രീസ് പെർഫോമൻസിൻ്റെ കറണ്ട് ലൈവ് പെർഫോമൻസ്, മാർക്കറ്റ് ഓപ്പണിംഗ് അവേഴ്സിലൊക്കെ സെക്ടോറിയൽ പെർഫോമൻസ് ചെക്ക് ചെയ്തത്, ഏതാണ് ലീഡിങ് പെർഫോമൻസ്, അതിൽ ഉള്ള പെർഫോമിങ് സ്റ്റോക്കുകൾ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവർ പെട്ടെന്ന് ക്വിക്ക്ലി സ്കാൽപ്പ് ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റും. കാരണം വേറൊരു സൈറ്റ് ഫോളോ ചെയ്യാതെ തന്നെ അത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. സോ ഇൻഡസ്ട്രീസിൽ NSE, BSE രണ്ട് NSE ഇൻഡസ്ട്രീസും ഉണ്ട്, BSE ഇൻഡസ്ട്രീസും ഉണ്ട്, എല്ലാ മാർക്കറ്റ് ഇൻഡെക്സുകളും കാണാം. സോ ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്, കറൻ്റ്ലി ഹെഡേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ കറണ്ട് റേറ്റ്, ദെൻ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്, ഓപ്പൺ, ടുഡേയ്സ് ഹൈ, ടുഡേയ്സ് ലോ, പ്രീവിയസ് ക്ലോസ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാം. സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പെർഫോമൻസ് ആണ് ലീഡിങ്, അതിൻ്റെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ അത് സോർട്ട് ആവും. സോ നിഫ്റ്റി IT നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് എന്ന ലീഡിങ് ആണ്. ഇന്ന് പൊതുവെ എല്ലാ സെക്ടേഴ്സും പെർഫോം ചെയ്യുന്നുണ്ട്. നിഫ്റ്റി മീഡിയ മാത്രമാണ് ലോ അണ്ടർ പെർഫോം ചെയ്യുന്ന സെക്ടർ. ബാക്കിയെല്ലാം വളരെ ഒരു ബുള്ളിഷ് ഫേസ് ആണ് ഇന്ന് മാർക്കറ്റിൽ. നിഫ്റ്റി IT പെർഫോം ചെയ്യുക. അപ്പം നമുക്ക് സെക്ടോറിയൽ വൈസ് പെർഫോമൻസ് എല്ലാം കാണാം. മിഡ് ക്യാപ്പ്, റിയാലിറ്റി, എല്ലാ സെക്ടേഴ്സിൻ്റെ കാണാം. അതേപോലെ തന്നെ BSE ഇൻഡെക്സുകളിൽ ചെക്ക് ചെയ്യുന്നവർക്ക് BSE ഇൻഡെക്സുകൾ, BSE IT ടെക്, അതിൻ്റെ ഇൻഡെക്സുകളും അതിൻ്റെ പെർഫോമൻസും ഈ സെയിം ഹെഡേഴ്സിൽ, അതായത് കറണ്ട് പെർസെൻറ്റേജ് ചേഞ്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. സോ NSE തന്നെ നമുക്ക് ഒരു സെക്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്താൽ അതിൽ തന്നെ ലീഡിങ് പെർഫോമൻസ് നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്ത്, നിഫ്റ്റി ITയുടെ ഇൻഡെക്സ് ആണ്. സോ അതിൽ ഓവർവ്യൂ ഉണ്ട്, അതിലിങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ചാർട്ട് കാണാം. സോ ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ്, അതിൻ്റെ എത്ര സ്റ്റോക്ക്, അതായത് 10 സ്റ്റോക്കുകളാണ് അതിലുള്ളത്. 10ഉം ഇന്ന് ലീഡിങ് പെർഫോമൻസ് ആണ്. ഒരു സ്റ്റോക്ക് പോലും അണ്ടർ പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ ലീഡിങ് പെർഫോമൻസിന് തന്നെ സ്റ്റോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകളുടെ സ്പ്ലിറ്റ് അപ്സ്, അതായത് ഏത് സ്റ്റോക്കാണ് അവിടെ പെർസെൻറ്റേജ് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിപ്രോ ആണ് 4.46% ലീഡിങ് ആണ്. അപ്പം മാർക്കറ്റ് ഓപ്പണിംഗ് അവേഴ്സിലൊക്കെ ഏത് സ്റ്റോക്കാണ് പെർഫോം ചെയ്യുന്നതെന്ന് ഇവിടുന്ന് തന്നെ ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ എടുത്ത്, സപ്പോസ് വിപ്രോ ആണ് എങ്കിൽ ഇതിലൊരു ബൈ എൻട്രി എടുക്കാനുള്ളവർക്ക് ഇവിടെ തന്നെ സ്ക്രോൾ മൗസ് കൊണ്ട് വെച്ചിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് എൻട്രി എടുക്കാം. സോ വേറെ NSE സൈറ്റിൽ നിന്ന് ഡാറ്റ നോക്കിയിട്ട് ലീഡിങ് സെക്ടർ പെർഫോമൻസ് അത് എക്സലിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള വർക്കുകളെല്ലാം ഒഴിവാക്കിയിട്ട് ഇത് ഈ ഒരു ഓവർവ്യൂവിൽ തന്നെ സെക്ടോറിയൽ വൈസ് പെർഫോമൻസും അതിലെ ലീഡിങ് പെർഫോമൻസും അതെല്ലാം അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളാണെങ്കിൽ അങ്ങനെയും കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് ബൈ പൊസിഷൻസ് അല്ലെങ്കിൽ സെൽ സൈഡൊക്കെ എൻട്രി എടുക്കാൻ പറ്റും ഈസി ആയിട്ട്. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ഇതിലൊരു ഇൻസ്ട്രക്ഷൻ, ഇതിൽ വേണമെങ്കിൽ നമുക്ക് പ്രൈസ് അലേർട്ട് സെറ്റ് ചെയ്യാം. ഒരു പ്രൈസ് അലേർട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി IT സെക്ടർ ഇന്നതിൽ ലോ ആവുമ്പോൾ നമുക്കൊരു ഇമെയിൽ അലേർട്ട് വരുന്ന രീതിയിൽ പ്രൈസ് അലേർട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ എനിവേ നമുക്ക് വീണ്ടും ബാക്കിൽ പോവാം. സോ അതിൽ തന്നെ മാർക്കറ്റ് മൂവേഴ്സ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം പേജ് തന്നെ നെക്സ്റ്റ് ഹെഡറിൽ, അതായത് തൊട്ട് ലെഫ്റ്റിലെ ഹെഡറിൽ മൂവേഴ്സ് അറിയാൻ പറ്റും. അതായത് മൂവേഴ്സിനകത്തുള്ളതെന്ന് പറയുന്നത് നിഫ്റ്റി 50, അതിൽ ടോപ്പ് ഗെയിനേഴ്സ്, ദെൻ ടോപ്പ് ലൂസേഴ്സ്, ഇയർലി ഹൈ, ഇയർലി ലോ, മൂവേഴ്സ് ബൈ വാല്യൂ, മൂവേഴ്സ് ബൈ വോളിയം. സോ ടോപ്പ് ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം നിഫ്റ്റി 50യുടെ ആണ്. സോ ഇത് നമുക്ക് ഇവിടുന്ന് മാറ്റി വേറെ ഇൻഡെക്സും ചെക്ക് ചെയ്യാം. സോ കറൻ്റ്ലി നിഫ്റ്റി 50 ഞാൻ ചെക്ക് ചെയ്യുകയാണ്. സോ അതിൽ നിഫ്റ്റി 50 നോക്കാം, നിഫ്റ്റി 100 നോക്കാം, നിഫ്റ്റി മിഡ് ക്യാപ്പ്. ഇതിൽ ഞാൻ ജസ്റ്റ് നിഫ്റ്റി 50 മാത്രമേ, അതിൽ ടോപ്പ് ഗെയിനേഴ്സ്, അപ്പോൾ ലീഡിങ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് പെർഫോമിങ് സ്റ്റോക്കുകൾ അത് ഇവിടെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തിട്ടുണ്ട്. സോ TCS പെർസെൻറ്റേജ് ഓഫ്, ഓക്കെ, ടാറ്റ സ്റ്റീലാണ് 4.56% ആണ് അപ് ട്രെൻഡിൽ നിൽക്കുന്നത്. പ്രീവിയസ് ഡേയിൽ വിപ്രോ, ദെൻ അങ്ങനെ ഏറ്റവും ലീഡിങ് പെർഫോമർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അതേപോലെ തന്നെ ടോപ്പ് ലൂസേഴ്സ്, ഇത് NSE മറ്റ് എല്ലാ തേർഡ് പാർട്ടി സൈറ്റുകളിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. സോ ബട്ട് സ്റ്റിൽ നമുക്ക് വേറെ സൈറ്റ് പോവാതെ തന്നെ ഇവിടുന്ന് തന്നെ ആ ടോപ്പ് ലൂസേഴ്സ്, അതേപോലെ തന്നെ അതിൽ ടോപ്പ് ലൂസേഴ്സ് നമുക്ക് സോർട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. മഹീന്ദ്ര അപ്പം അണ്ടർ പെർഫോം ചെയ്യുന്ന ലീസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ ഇയർലി ഹൈ, സോ ഇയർലി ഹൈയിൽ ക്രോസ് ചെയ്ത് പോയേക്കുന്ന സ്റ്റോക്കുകൾ വിപ്രോ, IT സെക്ടറിലുള്ള 4 സ്റ്റോക്കുകളും, ദെൻ ഹീറോ മോട്ടോകോപ്പ്, അത് ഇയർലി ഹൈയിലാണ്. സോ അതിനനുസരിച്ചിട്ടൊരു ബുള്ളിഷ് ട്രെൻഡ് അങ്ങനെ എൻട്രി എടുക്കുന്നവർക്ക് അതും ഹെൽപ്ഫുൾ ആണ്. സോ ഇയർലി ലോ കറൻലി സ്റ്റോക്കുകളൊന്നുമില്ല. ദെൻ മൂവേഴ്സ് ബൈ വാല്യൂ,
ഇതൊക്കെ NSE ഡാറ്റയാണ് ശരിക്കും, മൂവ്സ് ബൈ വാല്യൂ, അതും കറൻ്റ്ലി അപ്ഡേറ്റഡ് ഡാറ്റ. സോ വാല്യൂവിൽ ഏറ്റവും മൂവ്മെൻറ്റ്സ് ഇട്ട് TCS, ദെൻ മൂവേഴ്സ് ബൈ വോളിയം. സോ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. സോ നിഫ്റ്റി 50 മാറ്റിയിട്ട് നമുക്ക് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോക്കുകൾ, മറ്റ് സെക്ടോറിയൽ സ്റ്റോക്കുകളുടെ ലിസ്റ്റ് വരും. ദെൻ ഒരു നിഫ്റ്റി 100 സെലക്ട് ചെയ്യാം. നിഫ്റ്റി 100ലുള്ള സെയിം ഇതിൽ തന്നെ ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ്, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് ഡാഷ്ബോർഡിൽ തന്നെ, അതായത് ബ്രോക്കറിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് വേറെ സൈറ്റ് ഫോളോ ചെയ്യാതെ തന്നെ ഈ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനും, മാർക്കറ്റിൽ ത്രൂ ഔട്ട് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചിട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് അനുസരിച്ച് സെക്ടോറിയൽ പെർഫോമൻസ്, ഓരോ സെക്ടറുകൾ പെർഫോം ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങൾ ട്രാക്ക് ചെയ്ത് അതിനനുസരിച്ച് മൂവ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. സോ നമുക്ക് വീണ്ടും ഡാഷ്ബോർഡിലേക്ക് പോവാം. ഡാഷ്ബോർഡിൽ മാർക്കറ്റ് മൂവേഴ്സ് ഇതാണ് നമ്മൾ കണ്ടത്. ഡാഷ്ബോർഡിൽ ഒരു സമ്മറി ആയിട്ട് തന്നെ അതുണ്ട്, ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ്, ഈ കാര്യങ്ങൾ ഇതിൻ്റെ ഇൻ ഡീറ്റെയിലാണ് നമ്മൾ പോയേക്കുന്നത്. അതാണ് ഈ സെക്കൻഡ് ടാബ്, മാർക്കറ്റ് എന്ന് പറഞ്ഞുള്ള ടാബ്, അങ്ങനെ അതിലാണ്. സോ റീസെൻറ്റ് എന്നുള്ള ടാബ് ഉണ്ട്. റീസെൻറ്റ് വേറെ ഒന്നുമില്ല, നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ഓപ്പൺ ചെയ്യുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കോ ഒരു സെക്ടറോ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതെല്ലാം റീസെൻറ്റിൽ വന്ന് കിടക്കും. നമ്മൾ ഡെയിലി ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യാത്ത ഒരു സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ നോക്കിയെങ്കിൽ പോലും അത് നമ്മൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തില്ലെങ്കിൽ റീസെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും, മോസ്റ്റ് റീസെൻ്റ്ലി ഓപ്പൺഡ് ഐറ്റം എന്നുള്ളത്. സോ നെക്സ്റ്റ് വൺ നമുക്ക് വാച്ച് ലിസ്റ്റ് നോക്കാം. സോ ഇതാണ് ലെഫ്റ്റ് സൈഡിൽ തന്നെ എൻ്റെ വാച്ച് ലിസ്റ്റ് ഉണ്ട്. സോ വാച്ച് ലിസ്റ്റിൽ ഞാനിപ്പം കറൻ്റ്ലി സ്റ്റോക്കുകൾ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ആഡ് ന്യൂ വാച്ച് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ വാച്ച് ലിസ്റ്റ് നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു 2-3 ബാങ്ക് സ്റ്റോക്സ്, ദെൻ ഒരു IT സ്റ്റോക്സ്, ദെൻ ഫാർമ സ്റ്റോക്സ്. ഓക്കെ, സോ അങ്ങനെ 3 സെപ്പറേറ്റ് വാച്ച് ലിസ്റ്റ് ഗ്രൂപ്പുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി 2-3 സ്റ്റോക്കുകൾ ആഡ് ചെയ്യാം. ഇൻഡസ്ഇൻഡ് ബാങ്ക്. സോ അത് വാച്ച് ലിസ്റ്റ് ആ ഫ്ലാഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ബാങ്ക് സ്റ്റോക്സിലേക്ക് അത് ആഡ് ചെയ്തു. ദെൻ HDFC, അത് ബാങ്ക് സ്റ്റോക്ക്. ദെൻ ഫെഡറൽ ബാങ്ക്, സൈഡിലെ ആ ഫ്ലാഗ് ഓപ്ഷൻ അതിൽ ബാങ്ക് സ്റ്റോക്സിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ദെൻ IT സ്റ്റോക്സിൽ വിപ്രോ, IT stocks, then TCS stocks, then Sun Pharma, ഒരു ഫാർമ കമ്പനി ഞാൻ ഫാർമ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ മേ ബി ബയോകോൺ, സോ ഇപ്പം മൈ വാച്ച് ലിസ്റ്റ്, അത് ഡിഫോൾട്ടായിട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റോക്കുകൾ, ഒരു വോഡഫോൺ ആയിട്ട് ഇപ്പോൾ അദാനി ഗ്രീൻ, അല്ലെങ്കിൽ റൂട്ട് മൊബൈൽസ്, റിലയൻസ്, ഇത് രണ്ടും ഞാൻ ഡിഫോൾട്ടായിട്ടുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുവാണ്. ദെൻ ഒരു നെക്സ്റ്റ് വൺ, ഒരു ഇൻഡെക്സും കൂടെ ആഡ് ചെയ്യാം, നിഫ്റ്റി IT ഇൻഡെക്സും കൂടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള വാച്ച് ലിസ്റ്റ് ഇവിടെ ബൈ ഡിഫോൾട്ട് ഈ വാച്ച് ലിസ്റ്റ് ആണ് ഇപ്പോൾ സെലക്ട് ആയി കിടക്കുന്നത്. അത് ഞാൻ 2 സ്റ്റോക്ക് ആഡ് ചെയ്ത്, ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വാച്ച് ലിസ്റ്റ് ഗ്രൂപ്പ് ഇവിടെ എനിക്ക് ടോഗിൾ ചെയ്ത് മാറ്റാം. സോ ബാങ്ക് സ്റ്റോക്സ് എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് സ്റ്റോക്സ് വാച്ച് ലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്ത ആ 3 സ്റ്റോക്കുകൾ അവിടെ വന്നു. അപ്പോൾ വാച്ച് ലിസ്റ്റ് ഓപ്ഷനൊക്കെ മറ്റു ബ്രോക്കേഴ്സിലുള്ള പോലെ തന്നെ ഡയറക്റ്റ് ഓപ്ഷനാണ്, സിമ്പിളാണ്. ബട്ട് ഒരു പുതിയതായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇങ്ങനെ കുറച്ചും കൂടെ ഈസിയാണ്, കുറച്ച് ഇൻ്റർഫേസ് ഒക്കെ വളരെ ഒരു ഫ്രഷ് ലുക്കിംഗ് ഇതാണ്. ബാങ്ക് സ്റ്റോക്സ്, ദെൻ IT സ്റ്റോക്സ്, ഇത് ടോഗിൾ ചെയ്തിട്ട് അങ്ങനെ ഡയറക്റ്റ് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് ഗ്രൂപ്പുകളും അതിലേക്ക് സ്റ്റോക്സ് ആഡ് ചെയ്യുകയും ചെയ്യാം. സോ നെക്സ്റ്റ് വാച്ച് ലിസ്റ്റ് അത്രയേ ഉള്ളൂ. കാരണം അടുത്ത നമ്മൾക്ക് മാർക്കറ്റ് ഫീഡ് നമ്മൾ കണ്ടതാണ്. നെക്സ്റ്റ് ഹെഡർ പോർട്ട്ഫോളിയോയിൽ ഞാനൊരു 5 സ്റ്റോക്സ് ഫെഡറൽ ബാങ്കിൻ്റെ ഞാൻ ജസ്റ്റ് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഞാനത് ഹോൾഡ് ചെയ്യുവാണ്. ജസ്റ്റ് അത് പോർട്ട്ഫോളിയോ പെർഫോമൻസ് കാണാൻ വേണ്ടി, അതായത് ഇതാണ് അതിൻ്റെ സമ്മറി വരുന്നത്. സോ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ കറണ്ട് വാല്യൂ, ഓവറോൾ റിട്ടേൺസ് ഇൻ പെർസെൻറ്റേജ്, ടോട്ടൽ റിട്ടേൺസ് കാര്യങ്ങൾ. ഇപ്പം ഞാനത് ഫെഡറൽ ബാങ്ക് മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. സോ അതാണ് എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ളത്. സോ അത് മറ്റ് ബ്രോക്കേഴ്സിൽ ഉള്ള പോലെ തന്നെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ. സോ ഓവറോൾ പെർഫോമൻസ് കാണാം. നമുക്ക് ടുഡേ പെർഫോമൻസ് വേണമെങ്കിൽ അത് നെക്സ്റ്റ് അത് സ്വാപ്പ് ചെയ്ത് നമുക്കത് നോക്കാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ പൊസിഷൻസ് ഹെഡ്. പൊസിഷൻസിൽ ഞാൻ ഇന്ന് പൊസിഷൻസ് ഒന്നും എടുത്തിട്ടില്ല. സോ നമുക്കൊരു ലൈവ് മാർക്കറ്റ് ഓർഡർ എടുക്കാം. ഓർഡേഴ്സിൽ ചെക്ക് ചെയ്യുമ്പോൾ സമയത്ത് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് വൺ ഓർഡർ, ഓഫ് കോഴ്സ് അത് ബ്ലാങ്ക് ആണ്, കാരണം ഓർഡേഴ്സ് ഒന്നും എടുത്തിട്ടില്ല. സ്റ്റോക്ക് SIP കാര്യങ്ങൾ, സക്സസ്ഫുൾ ഫെയിൽഡ് കാര്യങ്ങൾ. ദെൻ ഫണ്ട്സ്,
അത് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്ന സെക്ഷൻ, അത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാനത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ടൈം ഫണ്ട് ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് ഒരു ഇതുള്ളതെന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റോക്ക് ഇൻസ്ട്രക്ഷൻസിൽ തന്നെ നമുക്ക് ഇതിൽ SIP പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഓർഡർ ടൈപ്സ് എടുക്കുമ്പോഴത്തേക്ക് വരാം. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ദെൻ നെക്സ്റ്റ് വൺ, പ്രൈസ് അലേർട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും പ്രൈസ് അലേർട്ട്സ് ഏതെങ്കിലും സ്റ്റോക്കുകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ടറുകളുടെ പ്രൈസ് ഇന്ന ഒരു ലെവൽ എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു ഇമെയിൽ അലേർട്ട് കിട്ടുന്ന രീതിയിൽ ഇവിടെ ഡയറക്റ്റ് നമുക്ക് പ്രൈസ് അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒബ്സർവ് ചെയ്യുന്നവർക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾക്ക് ഈ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് വാങ്ങാൻ, അല്ലെങ്കിൽ ഈ ലെവലിൽ എത്തുമ്പോൾ സെല്ല് ചെയ്യാനൊക്കെ ആണെങ്കിൽ അലേർട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ലൈവ് വാച്ച് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് കിട്ടും. അത് മറ്റ് ബ്രോക്കേഴ്സിലുള്ള പോലെ തന്നെ നല്ലൊരു ഓപ്ഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ, ബ്രോക്കറേജ് കാൽക്കുലേറ്റർ. നമുക്ക് ബ്രോക്കറിൽ തന്നെ ഇതിൽ ബ്രോക്കറേജ് കാൽക്കുലേറ്റേഴ്സ് കാണാം. സോ ഇക്വിറ്റി, അതായത് ഡെലിവറിയുടെയും ഇൻട്രാഡേയുടെയും നമുക്ക് ചാർജസ്, സപ്പോസ് ഒരു ബൈ പ്രൈസ് 1000 രൂപയ്ക്ക് വാങ്ങിച്ചു, 1100 ഞാനത് സെല്ല് ചെയ്തു, അങ്ങനെയാണെങ്കിൽ NSE ആണ് ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ സെല്ല് ചെയ്തെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഇവിടെ തന്നെ അതിൻ്റെ ചാർജസ്, അതായത് ബ്രോക്കറേജ് ഇൻട്രാഡേയിൽ വരുന്ന ചാർജസ്, ഡെലിവറി ചാർജസ്, കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകളുടെ ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മളിപ്പോൾ സപ്പോസ് 700 രൂപയ്ക്ക് വാങ്ങിയ ഒരു സ്റ്റോക്ക്, ഒരു 100 സ്റ്റോക്കാണ് നമ്മൾ വാങ്ങിയതെങ്കിൽ അത് 750 രൂപയ്ക്കാണ് അത് സെല്ല് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന് എത്ര ചാർജ് വരും, അതായത് ഇൻട്രാഡേക്കും ഡെലിവറിക്കും എത്ര ചാർജ് വരും എന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ആ ഒരു ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് സെല്ല് ചെയ്യാം. ഇപ്പോൾ നോ പ്രോഫിറ്റ്, ഇതിൽ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 4008, എത്ര നെറ്റ് പ്രോഫിറ്റ്, ടോട്ടൽ ചാർജസ്, കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വേറൊരു വെബ്സൈറ്റിലേക്ക് ബ്രൗസ് ചെയ്ത് പോയിട്ട് ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് അതെല്ലാം മാനുവലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണ്ട, അത് ഇൻബിൽറ്റ് ഇതിൽ തന്നെ ഉണ്ട്. സോ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ ചാർട്ട്, അതിൻ്റെ ലൈവ് പെർഫോമൻസ് ട്രാക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. സോ വാച്ച് ലിസ്റ്റിൽ നിന്ന് നമുക്കൊരു സ്റ്റോക്ക് പിക്ക് ചെയ്യാം. സോ വിപ്രോ, ഫോർ എക്സാമ്പിൾ ഞാൻ വിപ്രോ എടുക്കാം. സോ ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്കാണ്. സോ ഇവിടുന്ന് നോർമൽ ചാർട്ടാണ്, അത് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് മാറ്റാം. സോ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് ഡീസൻറ്റ് ലുക്കിംഗ് ആണ്. സോ ഇവിടെ തന്നെ എല്ലാ ടൈം ഫ്രെയിംസും ഉണ്ട്. 1 minute, ദെൻ 3 minutes ചാർട്ട്, ദെൻ 5 minutes. സോ 5 minutes കറൻ്റ്ലി ചാർട്ട്, ദെൻ മാർക്കറ്റ് ഡെപ്ത് കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് വൺ, ക്യാൻഡിൽ, എല്ലാ ക്യാൻഡിൽസ്, ലൈന്, ബാർ, കളർ ബാർ, അതായത് എല്ലാ ലീഡിങ് ബ്രോക്കേഴ്സിലുള്ള സെയിം ചാർട്ട് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം, എല്ലാ ഫീച്ചേഴ്സും ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഇതിലും ഉണ്ട്. സോ നെക്സ്റ്റ് വൺ, കളർഡ് ബാർ, ഹോളോ ക്യാൻഡിൽ, ബേസ് ലൈൻ, ഹൈക്കനാഷി, റെങ്കോ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും അതിനനുസരിച്ച് കസ്റ്റമൈസേഷനും എല്ലാം അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് വൺ, ഇൻഡിക്കേറ്റേഴ്സ്. സോ ഇൻഡിക്കേറ്റേഴ്സ് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും നമ്മുടെ മറ്റ് കോമ്പറ്റീറ്റർ ബ്രോക്കേഴ്സിലുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഇതിലും അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു വോളിയം പ്രൊഫൈൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഒരു വോളിയം ചാർട്ട്, ആ ചാർട്ട് ഫുള്ള് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റ്ലി വ്യൂഡ്, ഓക്കെ. സോ അങ്ങനെ ഫുൾ വിൻഡോയിലേക്കും ഇതിലേക്ക് സ്വാപ്പ് ചെയ്യാം. ട്രെൻഡ് ലൈനും കാര്യങ്ങളും ഒക്കെ ചാർട്ടിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ബട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും അതേപോലെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, ബട്ട് നോർമൽ ഡീസൻറ്റ് വൺ എന്ന് തന്നെ പറയാം. സോ സ്റ്റോക്ക് ബൈ ഡിഫോൾട്ട് ഓപ്പൺ ചെയ്യുമ്പം ഈ ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിന് താഴെ തന്നെ മാർക്കറ്റ് ഡെപ്ത്. സോ മാർക്കറ്റ് ഡെപ്ത് കുറച്ചുകൂടെ ഈസിലി മനസ്സിലാകും. കാരണം ഇപ്പം വിപ്രോ കറക്റ്റ് ഒരു ബുള്ളേഴ്സ് ആൻഡ് ബെയറേഴ്സ് ഫൈറ്റ് ആണ്, അതായത് പെർസെൻറ്റേജ് ബയേഴ്സ് പെർസെൻറ്റേജും സെല്ലേഴ്സ് പെർസെൻറ്റേജും അത് കറക്റ്റ് കാണിക്കുന്നുണ്ട്. റീസെൻ്റ് ഓർഡർ മാർക്കറ്റ് കുറച്ചുകൂടെ ഒരു ലൈവ്ലി ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഡെപ്ത് അതൊക്കെ ട്രാക്ക് ചെയ്യുന്നവർക്കും. നെക്സ്റ്റ് അതിൻ്റെ സൈഡിൽ തന്നെ പെർഫോമൻസ്, ടുഡേസ് ലോ, 52 week ലോ, 52 week ഹൈ. സോ വിപ്രോ ഇപ്പം 52 week ഹൈയിലാണ്, അതായത് ഇയർലി ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, 326. ദെൻ അപ്പർ സർക്യൂട്ട്, നിയർലി അപ്പർ സർക്യൂട്ട് ആണ് 344. ആ വക ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം, ആ ഒരു പെർഫോമൻസ് കാര്യങ്ങൾ ഇതിൽ ചെയ്യാം. നെക്സ്റ്റ് അതിൻ്റെ താഴെ തന്നെ സ്റ്റോക്ക് SIP ഇതിൽ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാം. പിന്നെ പ്രൈസ് അലേർട്ട് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം.
സോ ഒരു പ്രൈസിൻ്റെ വിപ്രോ ഒരു 3 ഇയർലി അപ്പോൾ സെക്യൂർഡ് ഇയർലി റേഞ്ച് ഒരു 330 ആകുമ്പോൾ എനിക്ക് അലേർട്ട് വരണം എങ്കിൽ 330 സെറ്റ് ചെയ്ത് പ്രൈസ് സെറ്റ് അലേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അലേർട്ട് കോൺഫിഗർ ആയി. സോ ഇവിടെ നമുക്ക് അലേർട്ട് വ്യൂ ചെയ്യാൻ പറ്റും. 330 ടാർഗറ്റ് പ്രൈസ് ആകുമ്പോൾ അതായത് എത്ര 10% ടാർഗറ്റിൽ നിന്ന് അവയാണ്. ആ ഒരു അലേർട്ട് നല്ലൊരു ഫീച്ചറാണ് ആക്ച്വലി. ലൈക്ക് നമുക്കൊരു ഇമെയിൽ അലേർട്ട് കിട്ടും ഒരു 330. അപ്പം ലൈവ്ലി നമ്മൾക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യുന്നില്ലെങ്കിൽ സപ്പോസ് എനിക്ക് ഇപ്പോൾ അതിൽ ആ ഒരു ലെവലിൽ എൻട്രി എടുക്കാനാണ് എൻ്റെ പ്ലാൻ എങ്കിൽ അത് ശരിക്കും ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് വൺ ഒരു ഫണ്ടമെൻ്റൽസിനെ പറ്റി ഒരു സമ്മറി. അത് എല്ലാ ബ്രോക്കേഴ്സിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ആ സ്റ്റോക്കിൻ്റെ ഒരു ജസ്റ്റ് ഒരു സമ്മറി, പിന്നെ അതിൻ്റെ ഒരു പിയർ ടു പിയർ കമ്പാരിസൺ, കോമ്പറ്റീറ്റേഴ്സ് വിപ്രോ ആയതുകൊണ്ട് എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള TCSൻ്റെ ഇൻഫോസിസിൻ്റെ ഒക്കെ ഉള്ള ഒരു സിമിലർ കമ്പനീസ് എന്നുള്ള ഒരു സെക്ഷനിൽ അതിൻ്റെ ഒരു ഓവർവ്യൂ കാര്യങ്ങൾ. സോ ഒരു സ്റ്റോക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇങ്ങനെയാണ് അതിൽ വ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഇത്രയാണ് അതിൽ ഓപ്ഷൻസ് ഉള്ളത്. സോ അതും അഗെയിൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും SIP ആണ് ഞാനതിൽ കണ്ടത്. ഞാൻ ഓർഡേഴ്സിൽ വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബട്ട് ബാക്കിയെല്ലാം അതർ കോമ്പറ്റീറ്റർ ബ്രോക്കേഴ്സിന് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിലുള്ള പോലെ തന്നെ ഉള്ള ഓപ്ഷൻസ് ആണ്. ബട്ട് സ്റ്റിൽ ഡീസൻറ്റ് ലുക്കിംഗ് ഇൻ്റർഫേസ്, ആ ഒരു കളർ ടോണ് കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാം. സോ നെക്സ്റ്റ് വൺ ഇനി നമുക്ക് ഓർഡർ ടൈപ്സിലേക്ക് കടക്കാം. സോ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എനിക്കും കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവായിട്ട് തന്നെ തോന്നിയതാണ്. സോ നമുക്കത് ഒരു ബൈ ഓർഡർ എടുക്കാം. എന്തൊക്കെയാണ് അതിനകത്ത് ഓപ്ഷൻസ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം. സോ ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോ സ്ട്രെയിറ്റ് ആണ്. അതല്ലാതെ ഈ പേടിഎം മണി സ്റ്റോക്ക് ബ്രോക്കറിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ജാർഗൺസ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ട് അതായത് ആളുകളെ കസ്റ്റമേഴ്സിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. വളരെ സ്ട്രെയിറ്റ് ആണ്. ഈവൻ ബിഗിനേഴ്സിന് പോലും ബ്ലൈൻഡ്ലി ഇത് ഫോളോ ചെയ്യാൻ പറ്റും. ഒരു ഓർഡർ ടൈപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ CO BO അങ്ങനെയൊക്കെയുള്ള ഷോർട്ട് ഫോംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അതെന്താണ്, CO കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, BO കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, എന്നിട്ട് പിന്നെ വേറൊരാളോട് അത് ചോദിച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഇത് വളരെ സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ടാണ് അവർ മെൻഷൻ ചെയ്തേക്കുന്നത്. സോ അതായത് മെയിൻലി 2 ഓപ്ഷനാണ് ഉള്ളത്. ഇതിപ്പം ഇവിടുന്ന് തന്നെ എടുക്കാം. നമുക്ക് ഈ സ്ക്രീൻ സൈഡിലോട്ട് ടോഗിൾ ചെയ്ത് മാറ്റാം. സോ സൈഡിൽ ഇത് വരും. സോ വിപ്രോയിലാണ് ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്തതെങ്കിൽ മെയിൻലി 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഇൻവെസ്റ്റ് ദെൻ ട്രേഡ്. അപ്പം സിമ്പിളായിട്ട് മനസ്സിലായി. ഇൻവെസ്റ്റ് മീൻസ് ഡെലിവറി എടുക്കുക. അപ്പം സെറോദ കൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് CNC ഓർഡേഴ്സ് എന്ന് പറയും. അതേപോലെ തന്നെ ട്രേഡ് ആണെങ്കിൽ ഇൻട്രാഡേ MIS ഓർഡേഴ്സ്. സോ ഇൻവെസ്റ്റ് ട്രേഡ് സിമ്പിൾ, ഡെലിവറി അത് രണ്ടും ആണ് മെയിൻ സെക്ടേഴ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് ഇൻവെസ്റ്റ് സെലക്ട് ചെയ്യാം. അതല്ല ഡെലിവറി ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടിയാണ്, ഡേ ട്രേഡ് ചെയ്യാനാണെങ്കിൽ ട്രേഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പോവാം. സോ ഇൻവെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ഡിഫോൾട്ട് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാം. സപ്പോസ് ഞാൻ ഒരു 100 ക്വാണ്ടിറ്റി കൊടുത്തു. സോ അറ്റ് മാർക്കറ്റ് ഓർഡർ ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ 100 മാർക്കറ്റ് പ്രൈസിൽ തന്നെയാണ് 100 എടുത്തു കഴിഞ്ഞാൽ പ്ലേസ് ആവുന്നത്. അതല്ല ഇവിടെ മാർക്കറ്റ് പ്രൈസിന് അതല്ല, എനിക്കൊരു 330 അല്ലെങ്കിൽ ഒരു 320 ആവുമ്പം വാങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഓർഡർ നമുക്ക് ലിമിറ്റ് ഇവിടെ ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ലിമിറ്റ് വളരെ ഈസി ആയിട്ട് ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. സോ ഒരു കൺഫ്യൂഷൻ ഇല്ലെന്നുള്ളത്. ഒരു ബിഗിനേഴ്സിനാണെങ്കിൽ പോലും ഡയറക്റ്റ് അത് ഫോളോ ചെയ്യാൻ പറ്റും. സോ 100 ക്വാണ്ടിറ്റി ലിമിറ്റ് ഓർഡർ ഞാനിവിടെ പ്ലേസ് ചെയ്യുവാണെങ്കിൽ വിപ്രോയുടെ പ്രൈസ് കുറഞ്ഞ് 320 ആയി കഴിഞ്ഞാൽ എനിക്ക് 100 ക്വാണ്ടിറ്റിയുടെ ഓർഡർ പ്ലേസ് ആവും. അതല്ല എനിക്കത് ഇപ്പം തന്നെ വാങ്ങാനാണെങ്കിൽ ഇത് ജസ്റ്റ് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് മാർക്കറ്റ് പ്രൈസിൽ റീസെൻ്റ്ലി അവൈലബിൾ ആണ്. ഇപ്പോൾ സെല്ലർ അവൈലബിൾ 326.85 സെല്ലർ അവൈലബിൾ ഉണ്ട്. ആ ഒരു പ്രൈസിന് നമുക്ക് ക്വാണ്ടിറ്റി പ്ലേസ് ആവും. അത് ക്വിക്ക് ആൻഡ് ഈസി എന്ന് വേണം പറയാൻ. ദെൻ ഇവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രിഗർ പ്രൈസ് സെലക്ട് ചെയ്ത് വെക്കാം. സോ ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിന് ട്രിഗർ പ്രൈസ് മാത്രമേ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ ഇതുള്ളൂ. ട്രിഗർ പ്രൈസ് എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ ഒരു ട്രാക്ക് കാര്യങ്ങൾ ഒരു ചാർട്ടും എല്ലാം വെച്ചു എനിക്കൊരു 330 പ്രൈസ് ക്രോസ് ചെയ്ത് വിപ്രോ പോവുകയാണെങ്കിൽ മാത്രം എൻട്രി എടുത്താൽ മതി. അപ്പം ഞാനിവിടെ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാലും അതല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡറിൽ കൊടുത്താൽ ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ആവും. പക്ഷേ എനിക്ക് അങ്ങനല്ല. ഒരു അപ് ട്രെൻഡ് വന്ന് ഒരു 330 ക്രോസ് ചെയ്തിട്ട് വിപ്രോ പോവുകയാണെങ്കിൽ മാത്രം എൻട്രി എടുത്താൽ മതിയെങ്കിൽ ഞാൻ ഈ ട്രിഗർ പ്രൈസ് സെലക്ട് ചെയ്തിട്ട് 330. സോ ഈ 330 എന്ന പ്രൈസിൽ ഞാനിവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി വിപ്രോ ട്രേഡ് ചെയ്യുന്നത് 327 ലെവലിലാണ്. സോ ഇത് ഇൻ കേസ് ഇത് അപ് ട്രെൻഡിലേക്ക് വന്ന് 330 ലെവൽ എത്തുവാണെങ്കിൽ ഈ ഓർഡർ ട്രിഗർ ആവും. അങ്ങനെ എനിക്ക് 330യിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. നോർമൽ മറ്റ് ബ്രോക്കേഴ്സിലുള്ള പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ഒക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ബട്ട് ഇത് ഡയറക്റ്റ് ട്രിഗർ പ്രൈസിൽ തന്നെ അത് ഒരാൾക്ക് സിമ്പിളായിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്തൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത്. ഒട്ടും കൺഫ്യൂസിങ് അല്ല ഇതിൻ്റെ ഓർഡർ ടൈപ്സ്. സോ ഇവിടെ നമ്മൾ ആ ട്രിഗർ പ്രൈസ് കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ
മെൻഷൻ ചെയ്യുന്നുണ്ട് ഒരു നോട്ടായിട്ട് വിൽ ബി സെൻഡ് എസ് എ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ. അപ്പോൾ നമുക്കൊരു എൻട്രി എടുക്കാൻ ഇത് യൂസ് ചെയ്യാം. സാധാരണ ഞാൻ കൈറ്റ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു SLM ഓർഡറാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, കാരണം പലർക്കും അറിയില്ല നോർമലി ഒരു 100 ലെവലിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിൽ 120 ലെവലിൽ എങ്ങനെ എൻട്രി എടുക്കാൻ പറ്റും, 120 അത് ക്രോസ് ചെയ്യുമ്പോൾ മാത്രം എൻട്രി. അത് ബിഗിനേഴ്സ് സാധാരണയായിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് അതിന് ഇങ്ങനെ ഒരു ഡയറക്റ്റ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അത് വേറെ ആളോട് ചോദിക്കാതെ തന്നെ എൻട്രി എടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത്ര ഈസിയാണ്. സോ ഇതാണ് കാര്യം. സോ ഇങ്ങനെ കൊടുത്തിട്ട് എനിക്ക് ഓർഡർ പ്ലേസ് ചെയ്തിടാം. അത് എൻ്റെ ഓർഡർ വന്ന് കിടക്കും. ഇപ്പോൾ 330 ലെവലിൽ വിപ്രോ എത്തുമ്പോൾ പർച്ചേസ് ചെയ്യും. സോ ഇൻവെസ്റ്റ്മെൻറ്റിൽ അത് മാത്രമാണ് ഇത്രയും ഓപ്ഷൻസ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ട്രേഡിലേക്ക് പോവാം. അതായത് ഇൻട്രാഡേ, ഡേ ട്രേഡിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളതെന്ന് നോക്കാം. സോ ഡേ ട്രേഡിൽ ബൈ ഡിഫോൾട്ട് ഇത് തന്നെ ക്വാണ്ടിറ്റീസ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ട പോലെ തന്നെ ബൈ ഡിഫോൾട്ട് ഉള്ള മാർക്കറ്റ് പ്രൈസിൽ സ്ട്രൈറ്റ് പർച്ചേസ് ചെയ്യാം. അതല്ല ലിമിറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ലിമിറ്റ് സെറ്റ് ചെയ്ത് ഒരു 320 കൊടുത്തു കഴിഞ്ഞാൽ ഈ 320 ലെവലിൽ ഒരു ഓർഡർ പ്ലേസ് ആയി കിടക്കും. ഈ വിപ്രോയുടെ സ്റ്റോക്ക് കുറഞ്ഞ് 320 ആകുമ്പോൾ മാത്രം ലിമിറ്റ് ഓർഡർ പ്ലേസ് ആവും. അതായത് പ്ലേസ് ചെയ്തിട്ട് ആ 320 ലെവലിൽ എനിക്ക് ബൈ കിട്ടും. ഓർഡർ ഓൾറെഡി പ്ലേസ് ആയി കിടക്കും, ബട്ട് 320 ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ പർച്ചേസ് ആവൂ. അപ്പോൾ അത് വളരെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. നെക്സ്റ്റ് ഞാൻ വീണ്ടും അൺചെക്ക് ചെയ്തു, മാർക്കറ്റ് ഓർഡർ തന്നെ പോവുക. ഇതിൽ അഡ്വാൻസ്ഡ് ഓപ്ഷൻസിലുള്ളത് ട്രിഗർ പ്രൈസ് ഉണ്ട്, ദെൻ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ്. ഈ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും ആണ് സിമ്പിൾ. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ കൺഫ്യൂഷൻ, ഈ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് ആണ് ആക്ച്വലി ഒരു ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഒരു ഓർഡറിൽ തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സ്പെസിഫൈ ചെയ്ത് പോകുന്നത്. അത് പ്രോപ്പർലി വർക്കിംഗ് ആണ്. ഇപ്പം റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. പേടിഎം മണിയിൽ ഞാനത് ടെസ്റ്റ് ചെയ്തതാണ്. അത് ഞാനൊരു ലൈവ് ട്രേഡ് എടുത്ത് കാണിക്കാം. സോ അത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. എഗെയിൻ ട്രിഗർ പ്രൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 330 ലെവലിൽ എനിക്ക് എൻട്രി എടുത്താൽ മതി എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രിഗർ പ്രൈസ് കൊടുക്കാം. അതല്ല സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോയിന്റ്സ് ആണ് എൻട്രി ചെയ്യുന്നത്. സോ ഞാൻ ഒരു 1, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് പോയിന്റ് ആണ്. അതായത് 327 ഞാൻ എൻട്രി എടുക്കുന്നതെങ്കിൽ, എനിക്ക് 327 എൻട്രി കിട്ടുന്നതെങ്കിൽ 1 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, 326 ആണ് പ്രൈസ് എങ്കിൽ എക്സിറ്റ് ആവും പൊസിഷൻ. അതല്ല 2 പോയിന്റ് ടാർഗറ്റ്, 329 ആകുമ്പോൾ എനിക്ക് ടാർഗറ്റ് ഹിറ്റ് ആവും. സോ അത് ഈസി ആയിട്ട് മനസ്സിലാവും. അതൊരു ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ്, വിൽ ബി സെൻഡ് എസ് എ ബ്രാക്കറ്റ് ഓർഡർ. ബട്ട് സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് എന്ന് ഡയറക്റ്റ് നെയിംസ് കൊടുക്കുന്നുണ്ട്. വേറെ ഷോർട്ട് ഫോംസ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ആർക്കും ഒരു കൺഫ്യൂഷൻ വരില്ല. ഒരു കാര്യം ഓർത്താൽ മതി, ഇവിടെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് അല്ല പോയിന്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. എനിക്ക് ഒരു 3 പോയിന്റ് സ്റ്റോപ്പ് ലോസും എനിക്കൊരു 3 പോയിന്റ് സ്റ്റോപ്പ് ലോസും ഒരു 5 പോയിന്റ് ടാർഗറ്റും ആണെങ്കിൽ അങ്ങനെ പോയിന്റ്സ് ഡയറക്റ്റ് സ്ട്രേറ്റ് അവ എനിക്ക് കൊടുക്കാം. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് മാറ്റി സ്റ്റോപ്പ് ലോസ് ഇടാം. ഈ സ്റ്റോപ്പ് ലോസിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, സ്റ്റോപ്പ് ലോസ് ട്രിഗർ പ്രൈസ് ആണ്. അത് ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. മറ്റിടത്ത് നമ്മൾ പോയിന്റ്സ് ആണ്, ബട്ട് ഇവിടെ ട്രിഗർ പ്രൈസ് ആണ്. അതായത് 327 ഞാൻ എൻട്രി എടുക്കുന്നത്. ഞാൻ ടാർഗറ്റ് ചെക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു കവർ ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് മാത്രം ആണെങ്കിൽ ഞാനിപ്പോൾ ഇത് മാർക്കറ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 327 ലെവലിൽ എൻട്രി കിട്ടും. എനിക്കൊരു 324 സ്റ്റോപ്പ് ലോസ് വരണം എങ്കിൽ 324 കൊടുത്ത് ഈ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 327 എൻട്രി കിട്ടി. ഇൻ കേസ് ഡൗൺ ട്രെൻഡ് വന്നിട്ട് പ്രൈസ് കുറഞ്ഞ് 324 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആവും. സോ അതാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഓർഡേഴ്സ് ടൈപ്പ്. വളരെ ഈസി, ഒട്ടും കൺഫ്യൂസിങ് അല്ല, വളരെ സ്ട്രെയിറ്റ് ആൻഡ് സിമ്പിൾ ആണ്. സോ നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഞാനൊരു ലൈവ് ട്രേഡും നമുക്കെടുത്ത് നോക്കാം. ഒരു സ്റ്റോക്ക്, ബാങ്ക് സ്റ്റോക്സ്, ഒരു ഫെഡറൽ ബാങ്ക് തന്നെ ചെക്ക് ചെയ്യാം. സോ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഇൻട്രാഡേ, ഒരു 5 ക്വാണ്ടിറ്റി, എസ്റ്റിമേറ്റഡ് വാല്യൂ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് 250 എസ്റ്റിമേറ്റഡ് വാല്യൂ. ദെൻ മാർക്കറ്റ് പ്രൈസ് തന്നെ ഓർഡർ, ദെൻ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ്. സോ എനിക്കൊരു 0.5 റുപ്പീസ്, 50 പൈസയാണ്, പെർസെൻറ്റേജ് അല്ല പൈസയാണ്. സോ 0.5 സ്റ്റോപ്പ് ലോസ്, ദെൻ 1 റുപ്പി ടാർഗറ്റ്. ഓക്കെ, 5 ക്വാണ്ടിറ്റി ഫെഡറൽ ബാങ്ക് ഇൻട്രാഡേ. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് ബ്രാക്കറ്റ്, ഞാനത് ബൈ കൊടുത്തു. സോ ഓർഡർ സക്സസ്ഫുള്ളി പ്ലേസ് ആയി. നമുക്ക് ഓർഡേഴ്സിൽ വന്ന് നോക്കാം. സക്സസ് ആയിട്ടുണ്ട്. സോ പൊസിഷൻസിൽ ആ സ്റ്റോക്ക് വന്നു.
ആ സ്റ്റോക്ക് ഒരു ആവറേജ് പ്രൈസ് 51.35 എനിക്ക് എൻട്രി കിട്ടി. സോ കറൻ്റ്ലി ഒരു ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ് ഓഫ് കോഴ്സ് പ്ലേസ് അയക്കുന്നത്. അപ്പോൾ 5 ക്വാണ്ടിറ്റി, അതായത് 0.5 ലോസ് വരുവാണെങ്കിൽ, അതായത് ഇപ്പം ഞാൻ 51.35 എൻട്രി, സോ 52.35 ആകുമ്പോൾ ടാർഗറ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്കായിട്ട് എക്സിറ്റ് ആവും. അതല്ല 0.50 പൈസ ഇതിനകത്ത് പ്രൈസ് കുറയാണ്, ലോസ് ആണ് വരുന്നതെങ്കിൽ എക്സിറ്റ് ആവും. സോ ഇപ്പോൾ കുറച്ച് ബ്രോക്കേഴ്സിലൊക്കെ ഈ ബ്രാക്കറ്റ് ഓർഡേഴ്സ്, ഈ വോളറ്റാലിറ്റി കാരണം ബ്രാക്കറ്റ് ഓർഡേഴ്സ് റെസ്ട്രിക്റ്റഡ് ആണ്. സോ ഇതിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ബ്രാക്കറ്റ് ഓർഡേഴ്സ് ചെയ്യുന്നവർക്ക്. അത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഫോളോ ചെയ്യാം. സോ ഇതാണ് ഇതിൻ്റെ ഓർഡേഴ്സ് ടൈപ്പ് കാര്യങ്ങളുള്ള. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറായിട്ട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ SIP, ഒരു സ്റ്റോക്കിലുള്ള SIP ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. ഞാനൊരു സ്റ്റോക്ക് എടുക്കാം, സപ്പോസ് IT സ്റ്റോക്ക്, വിപ്രോ തന്നെ. സോ വിപ്രോ എടുത്തു. നെക്സ്റ്റ് വൺ, നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആളുകൾ SIP ചെയ്യാറുണ്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതായത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും SIPs ആണ്. കാരണം മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യുന്ന മാത്രമല്ല, സ്റ്റോക്കിലും ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ട്, വളരെ പെർഫോമിംഗ് ആയിട്ടുള്ള ഫിൽട്ടേർഡ് ആയിട്ടുള്ള ഒരു വാച്ച് ലിസ്റ്റ് നിങ്ങളുണ്ട്. നിങ്ങളതിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഇതിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ വിപ്രോ ഒരു എക്സാമ്പിൾ ഒരു സ്റ്റോക്ക് എടുത്തു. സോ സ്റ്റാർട്ട് SIP കൊടുത്തു കഴിഞ്ഞാൽ, സോ മന്ത്ലി ചെയ്യാം, വീക്ക്ലി ചെയ്യാം. സോ മന്ത്ലി ഓപ്ഷൻ ഉണ്ട്, വീക്ക്ലി ഓപ്ഷൻ ഉണ്ട്. സോ ഞാൻ മന്ത്ലി സെലക്ട് ചെയ്തു. മന്ത്ലി ഒരു വിപ്രോയുടെ ഒരു 10 ഷെയർസ്. ഓക്കെ. സോ ഇവിടെ ചേഞ്ച് ടു എമൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ആ എമൗണ്ട് വെച്ചിട്ട് ഇപ്പോൾ 329 വെച്ച് ലിമിറ്റ് ചെയ്ത് വെക്കാം. ഒരു 320 കൊടുത്തു കഴിഞ്ഞാൽ ആ ലെവലിൽ എത്തുമെങ്കിൽ മാത്രമേ സ്റ്റോക്ക് പർച്ചേസ് ആകൂ. അതല്ല, ഏത് ലെവലിലാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ പൈസ ഉണ്ട് എങ്കിൽ 10 ഷെയർസ്, ഡേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാനൊരു 1st of every month കൊടുക്കുകയാണ്. സോ 1st of every month എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് ഡിഡക്റ്റ് ആയിട്ട് അത് ട്രേഡിംഗ് ഹവേഴ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് അവൈലബിൾ മാർക്കറ്റ് ഡേയിൽ, മാർക്കറ്റ് ഹോളിഡേ ആണ് ഫസ്റ്റ് എങ്കിൽ നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് ആണ്, തേർഡ് ആണെങ്കിൽ നോർമൽ നമ്മളൊരു EMI ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവുന്ന പോലെ തന്നെ ആ ഒരു ഓർഡർ, ആ 10 ഷെയർസിൻ്റെ ഓർഡേഴ്സ് വിപ്രോയിൽ മാർക്കറ്റ് ഓർഡർ ആയിട്ട് പോകും നമ്മുടെ. അപ്പം നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള SIP മോഡിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ സാലറിന്നോ അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഇൻകത്തിൽ നിന്നോ നമുക്ക് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള, നമ്മൾ ഫോളോ ചെയ്യുന്ന ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു വാച്ച് ലിസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഒരു SIPs നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 5 സ്റ്റോക്കുകൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡ് അനുസരിച്ചിട്ട് ആ ഒരു SIP ക്രിയേറ്റ് ചെയ്ത് വെക്കാം. either മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ഓരോ ദിവസം സെലക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിപ്പം മാർക്കറ്റ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ മാർക്കറ്റ് മോണിറ്റർ ചെയ്യുമ്പോഴാണെങ്കിൽ ഈ ഫ്ലക്ച്വേഷൻസ് കൂടുതൽ നമ്മളെ വെറീഡ് ആക്കുന്നത്, നമുക്ക് ഇമോഷൻസ് വന്ന കാര്യങ്ങളൊക്കെ ഒരു ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഞാനൊരു 10 ഷെയർസിൻ്റെ കറൻ്റ്ലി ഞാനൊരു മോഡ് പ്ലേസ് ചെയ്ത് നോക്കാം. സോ വിപ്രോയുടെ അത് പ്ലേസ് ആയി. അതായത് നെക്സ്റ്റ് SIP, അതായത് സൺഡേ ആണ് 21. അപ്പോൾ സൺഡേയിൽ മാർക്കറ്റ് ഹോളിഡേ ആയതുകൊണ്ട് മൺഡേയിലായിരിക്കും ഓർഡർ പ്ലേസ് ആവുന്നത്. സോ ആ ടൈമിലേക്ക് എനിക്ക് ഫണ്ട് ആഡ് ചെയ്താൽ മതി, ക്യാപിറ്റൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് തൊട്ട് 2 ദിവസം മുന്നേ എങ്ങനെയെങ്കിലും ആ ടൈമിലേക്ക് ഉണ്ട് യു വിൽ ബി എനിവേ എനിക്ക് നോട്ടിഫിക്കേഷൻ ആ ടൈമിൽ കിട്ടും. സോ മാർക്കറ്റ് ഓർഡർ ആയിട്ടായിരിക്കും പ്ലേസ് ആവുന്നത്. അന്നേരം 10 ഷെയർസ് എന്ന് പറയുമ്പോൾ വിപ്രോ ഒരു പക്ഷേ റേറ്റ് പിന്നെയും കൂടി ഒരു 300-400 ലെവലിലാണ് ഫോർ എക്സാമ്പിൾ അത് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അത്രയും എമൗണ്ട് കൂടുതൽ വേണ്ടി വരും. ബട്ട് സ്റ്റിൽ SIP ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം, അത് നോർമലി ഇതാണ്. ബട്ട് സ്റ്റോക്കിൽ ഈ SIP മോഡ് സെറ്റപ്പ് അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ നല്ലതാണ്. ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു പർപ്പസിനാണ്. അപ്പോൾ ട്രേഡ് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത് SIP. സോ അത്രയും ഉള്ള ഓർഡേഴ്സിൽ ഞാനിനി നമ്മുടെ പൊസിഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ നമ്മൾ എൻട്രി എടുത്ത പൊസിഷൻ പ്രത്യേകിച്ച് വലിയ പ്രോഗ്രസ് ഒന്നും ഇല്ല, അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. എനിവേ ബ്രാക്കറ്റ് ഓർഡർ ആയതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആണ്, ഏതാണ് ഹിറ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എക്സിറ്റ് ആയിക്കോളും. ആൻഡ് നെക്സ്റ്റ് വൺ, ഇപ്പോൾ കറൻ്റ്ലി ഇത് ക്യാഷ് സെഗ്മെൻറ്റിൽ മാത്രമാണ് ഈ ബ്രോക്കർ അവൈലബിൾ. അതായത് ഡെറിവേറ്റീവ്സ്, ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും സെഗ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. ബട്ട് അവരുടെ ഫ്യൂച്ചർ റിലീസിൽ മേ ബി കമ്മിങ് മന്ത്സിൽ തന്നെ അത് ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ക്യാഷ് സെഗ്മെൻറ്റിൽ മാത്രമേ പറ്റൂ, നോ ഓപ്ഷൻസ്, നോ ഫ്യൂച്ചേഴ്സ്. ഉടനെ തന്നെ വരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
ആൻഡ് നെക്സ്റ്റ് തിങ് ഞാനൊരു മാർക്കറ്റ് ഹൗസിന് ശേഷം ഞാനത് കാണിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ AMO പ്ലേസ് ചെയ്യുന്നു. AMO നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഡേഴ്സിൽ വളരെ ഒട്ടും കൺഫ്യൂസിങ് അല്ല. അതായത് പ്രത്യേകിച്ച് ഇൻഡിക്കേഷൻ കാര്യങ്ങൾ ഇപ്പോൾ AMO ടൈമിൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡേഴ്സിൽ നമ്മളൊരു ഓർഡർ സ്ട്രേറ്റ്ലി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ AMO ഓപ്ഷൻ ഒന്നും നമുക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ 3:30 ശേഷമാണ് നമ്മളൊരു ഓർഡർ ഇടുന്നതെങ്കിൽ ഒരു ആഫ്റ്റർ 4-5 ആ ടൈമിൽ നമ്മൾ കണ്ടു, മാർക്കറ്റ് കണ്ടു, ഒരു സ്റ്റോക്ക് കണ്ടു, ഓക്കെ നാളെ ഇതിന് എത്ര എൻട്രി എടുക്കാം എങ്കിൽ നമ്മൾ സ്ട്രേറ്റ് ആ സിറ്റീസ് അതെടുത്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് AMO ആയിട്ട് തന്നെ പ്ലേസ് ആവും. ഞാനിതിപ്പോൾ ലൈവ് മാർക്കറ്റ് ഹവേഴ്സ് ആണ്. സോ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു AMO പ്ലേസ് ചെയ്ത് കാണിക്കും. സോ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പം AMO ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ആവുന്നതെന്ന്. ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് ക്ലോസ് ചെയ്തു, മാർക്കറ്റ് ഹവേഴ്സ് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോക്ക്, ഇപ്പോൾ ഒരു ടെക് മഹീന്ദ്ര സ്റ്റോക്ക് ഞാൻ ജസ്റ്റ് എടുത്തു. സോ ഈ സ്റ്റോക്കിൽ നോർമൽ ബൈ ഓർഡർ, അതായത് മാർക്കറ്റ് ഹവേഴ്സ് കറൻ്റ്ലി ക്ലോസ് ചെയ്ത് ബൈ ഓർഡർ പ്ലേസ് ചെയ്യാൻ വരുമ്പോൾ തന്നെ മാർക്കറ്റ് ഈസ് കറൻ്റ്ലി ക്ലോസ്ഡ്, യുവർ ഓർഡർ വിൽ ബി സെൻഡ് ടു എക്സ്ചേഞ്ച്. അപ്പോൾ ബൈ ഡിഫോൾട്ട് നമുക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും കാണില്ല. അത് ഇൻവെസ്റ്റ് ഓപ്ഷൻ അന്നേരം ഇൻവെസ്റ്റ് അല്ലെങ്കിൽ ട്രേഡ്, ഇത് ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യാം. ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമ്മൾ ക്വാണ്ടിറ്റി, അതായത് സെപ്പറേറ്റ് ആയിട്ട് AMO അങ്ങനെയൊന്നും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക, ബൈ ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഞാനൊരു 1 ക്വാണ്ടിറ്റി ആണെങ്കിൽ ബൈ ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ പ്ലേസ് ആവും. അത് നെക്സ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ മാർക്കറ്റ് നോർമൽ AMO പോലെ തന്നെ എക്സിക്യൂട്ട് ആവും. അതായത് നമ്മൾ മാർക്കറ്റ് ടൈം കഴിഞ്ഞതിന് ശേഷം മാനുവലി മാർക്കറ്റ് ടൈം കഴിഞ്ഞു എന്നുള്ളതിൽ വെച്ചിട്ട് AMO ഓർഡേഴ്സ് മാനുവലി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലായിട്ട് എടുത്തു കഴിയുമ്പോൾ തന്നെ മാർക്കറ്റ് ഹവേഴ്സ് ക്ലോസ്ഡ് ആണെങ്കിൽ അത് ഡയറക്റ്റ് AMO ആയിട്ട് തന്നെ ആയിരിക്കും പ്ലേസ് ആവുന്നത്. സോ ഓർഡേഴ്സിൽ അത് വന്ന് നെക്സ്റ്റ് ഡേയിലേക്കുള്ള പെൻഡിങ് ഓർഡറിൽ അത് വന്ന് കിടക്കും. ഇൻട്രാഡേ അത് AMO ഡീറ്റെയിൽസ് ആയിട്ട് വന്ന് കിടക്കും. സോ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ടൈമിൽ അത് എക്സിക്യൂട്ട് ആവും. സോ നമുക്കിനിയും പേടിഎം മണിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറൻ്റ്ലി ആൻഡ്രോയിഡ് വെർഷനിൽ മാത്രമേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ iOS റിലീസ് അവർ ഉടനെ തന്നെ റിലീസ് ചെയ്യും. സോ കറൻ്റ്ലി നമുക്ക് ഈ ആൻഡ്രോയിഡ് ഫോൺസിൽ ചെക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. സോ ഇതാണ് പേടിഎം മണി മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്ലിക്കേഷൻ നെയിം ഇതാണ്. ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഫോർ ഡൗൺലോഡ്. ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഈ നമ്മളുടെ അക്കൗണ്ട് ഓപ്പണിങ്, ആക്ടിവേഷൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു മൊബൈൽ ആപ്പ് ത്രൂ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കറൻ്റ്ലി ഞാൻ എൻ്റെ ഒരു ഫുൾ വീഡിയോ റെക്കോർഡ് നേരത്തെ ചെയ്തത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇതിൽ സ്റ്റോക്സ് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ മൊബൈൽ ആപ്പ് നമ്മൾ നേരത്തെ വെബ് വെർഷനിൽ കണ്ട പോലെ തന്നെ സെയിം ഡാഷ്ബോർഡിൽ തന്നെ നിഫ്റ്റി 50യുടെ ചാർട്ട്, പീരിയോഡിക് പെർഫോമൻസ്, 1 ഡേ ചാർട്ട്, അതങ്ങനെ സോർട്ട് ചെയ്ത് ടോഗിൾ ചെയ്ത് മാറ്റി ചെക്ക് ചെയ്യാം. ദെൻ പോർട്ട്ഫോളിയോ സമ്മറി. സോ ടുഡേ പെർഫോമൻസ്, പൊസിഷൻസ് നമ്മൾ നേരത്തെ എൻട്രി എടുത്ത ആ ഫെഡറൽ ബാങ്കിൻ്റെ പൊസിഷൻ അതൊരു 1 rupee പ്രോഫിറ്റിൽ കിടക്കുന്നു. ദെൻ അവൈലബിൾ ഫണ്ട്, ദെൻ പോർട്ട്ഫോളിയോ പെർഫോമൻസ് കാര്യങ്ങൾ, ദെൻ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്കമിങ് SIPs. സോ വിപ്രോയുടെ ഒരു 10 ക്വാണ്ടിറ്റീസിൻ്റെ SIP നേരത്തെ ക്രിയേറ്റ് ചെയ്തത് അത് നെക്സ്റ്റ് നവംബറിലാണ്, 2nd of every month. നെക്സ്റ്റ് ഡ്യൂ ഓൺ 2nd എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാർക്കറ്റ് ഹോളിഡേ. ഞാൻ ഫസ്റ്റ് ആയിരുന്നു സെലക്ട് ചെയ്തത്, മാർക്കറ്റ് ഹോളിഡേ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് സെക്കൻഡിലേക്ക് മാറി ഷിഫ്റ്റ് ചെയ്തു. സോ ദെൻ മാർക്കറ്റ് ഇൻഡെക്സസ് ഇവിടെയും അതേപോലെ തന്നെ വ്യൂകൾ കൊടുത്തിട്ട് നമ്മൾ സെക്ടോറിയൽ വൈസ് പെർഫോമൻസ്, ഏത് സെക്ടറാണ് എങ്ങനെ പെർഫോം ചെയ്യുന്നു കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്, പ്രൈസ് കാര്യങ്ങൾ നമുക്ക് വ്യൂ ചെയ്യാം. സോ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് വെബ് ബേസിലുള്ള പോലെ തന്നെ മൊബൈൽ സ്ക്രീനിൽ സെയിം സാധനം തന്നെ, സെയിം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ മാർക്കറ്റ് മൂവേഴ്സിൽ ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ്, ഇയർലി ഹൈ, ഇയർലി ലോ, ഇതെല്ലാം ഇപ്പോൾ ഓപ്പണിംഗ് ടൈമിൽ മൊബൈൽ വെർഷനിലൂടെ തന്നെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ, ഇൻട്രാഡേ ഒക്കെ എടുക്കുന്നവർക്ക് ഡെയിലി ടോപ്പ് ഗെയിനേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിലാണ് ഓപ്പണിംഗ് മിനിറ്റ്സിൽ തന്നെ ടോപ്പ് ഗെയിനറിനെ പിക്ക് ചെയ്തിട്ട് അതിൽ ലോങ് സൈഡ് എൻട്രി എടുക്കാം, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ടോപ്പ് ലൂസേഴ്സ് ഷോർട്ട് ചെയ്യാം. സോ അങ്ങനെ ആ ഒരു പെർഫോമൻസ്, സെക്ടോറിയൽ പെർഫോമൻസ്, ഏത് സെക്ടറാണ് ഏത് സ്റ്റോക്കാണ് പെർഫോം ചെയ്യുന്നത് കാര്യങ്ങൾ, ആ ഡീറ്റെയിൽസ് എല്ലാം കണ്ടുപിടിക്കാം. സോ നെക്സ്റ്റ് വൺ വാച്ച് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബാങ്ക് സ്റ്റോക്സ്, IT സ്റ്റോക്സ്, ഫാർമ സ്റ്റോക്സ് വാച്ച് ലിസ്റ്റിൽ അവൈലബിൾ ആണ്. ദെൻ റീസെൻ്റിൽ നമ്മൾ ഓപ്പൺ ചെയ്ത സ്റ്റോക്കുകൾ. ദെൻ മൂവേഴ്സിൽ ഈ ടോപ്പ് ലൂസേഴ്സ് നേരത്തെ കണ്ടത് തന്നെ അത്. ദെൻ നെക്സ്റ്റ് വൺ പോർട്ട്ഫോളിയോ ഉണ്ട്. പോർട്ട്ഫോളിയോയിൽ ഹോൾഡിങ്സ് ഞാൻ നേരത്തെ ഹോൾഡ് ചെയ്യുന്ന ഫെഡറൽ ബാങ്കിൻ്റെ ഒരു 5 സ്റ്റോക്സ്, അതിൻ്റെ ഹോൾഡിങ്സിലുള്ളതിൻ്റെ റിട്ടേൺസ്, അതിൻ്റെ പെർഫോമൻസ്, പെർസെൻറ്റേജ് ഡീറ്റെയിൽസ് കാണാം. ദെൻ പൊസിഷൻസ്
പൊസിഷൻസിൽ ഇപ്പം കറൻ്റ്ലി ഞാൻ 2 പോയിൻറ്റ്സ് പ്രോഫിറ്റും 1 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തിട്ടാണ് ഈ ഓർഡർ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ കറൻ്റ്ലി ഇത് പൊസിഷൻ റണ്ണിങ് ആണ്. സോ ഇൻ കേസ് എനിക്കത് ഡെലിവറിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ പൊസിഷൻ എനിക്ക് എക്സിറ്റ് കൊടുക്കുമ്പോൾ സോ ഇവിടുന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാം. ഡീറ്റെയിൽസ്, നെറ്റ് ക്വാണ്ടിറ്റി, പൊസിഷൻ സമ്മറി കാര്യങ്ങൾ എല്ലാം അതിൽ ലിസ്റ്റഡ് ആണ്. ദെൻ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്ലേസ് ചെയ്ത ഓർഡേഴ്സ്, പെൻഡിങ് ഓർഡേഴ്സ് ആയിട്ടുള്ളത് സക്സസ്ഫുൾ. പെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറും ഒരു ബ്രാക്കറ്റ് ഓർഡർ ആണല്ലോ പ്ലേസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഇതുണ്ട്. സോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓർഡേഴ്സ്. സ്റ്റോക്ക് SIPs. സോ SIPs November 2 വരുന്ന SIPയുടെയാണ്. സോ ഇനി നമുക്കൊരു മൊബൈൽ വെർഷൻ ഇതിൽ തന്നെ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഒരു HDFC ബാങ്ക്. സോ സ്റ്റോക്ക് എടുക്കുമ്പോൾ തന്നെ ഇവിടെ ബൈ ഓർഡേഴ്സ്, സെല്ല്, ബൈ ഓർഡേഴ്സ് ഉണ്ട്. നമുക്ക് ബൈ പ്രൈസ് ചെയ്യാം. നേരത്തെ വെബ് വെർഷനിൽ കണ്ട പോലെ തന്നെ സ്ട്രെയിറ്റ് ഡയറക്റ്റ് ഓപ്ഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ഡേ ട്രേഡ് ചെയ്യാനാണെങ്കിൽ ട്രേഡ് ഫോർ ഇൻട്രാഡേയിൽ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാം. ദെൻ മാർക്കറ്റ് പ്രൈസ് തന്നെ ബൈ ഡിഫോൾട്ട് പോവാം. അതല്ല അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ നേരത്തെ കണ്ട സെയിം ഓപ്ഷൻസ് തന്നെ ട്രിഗർ പ്രൈസ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വിത്ത് ടാർഗറ്റ്. റിമെമ്പർ ചോയ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സേവ് ചെയ്ത് റിമെമ്പർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം തൊട്ട് HDFC ബാങ്ക് അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നിടം വരെ സ്വാഭാവികമായിട്ട് ഈ സെയിം കസ്റ്റമൈസേഷൻസ് തന്നെ ആയിരിക്കും അപ്ലൈ ആവുന്നത്. സോ സ്വൈപ്പ് ടു ബൈ കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ സ്വൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ആവും. ഇവിടെ നിന്ന് തന്നെ സെൽ ഓർഡേഴ്സ് സെയിം ഓപ്ഷൻസ് തന്നെ സെല്ലിലും അവൈലബിൾ ആണ്. സോ ഇത് ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പം, സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വെബിൽ കണ്ട പോലെ തന്നെ മാർക്കറ്റ് ഡെപ്ത്ത്, അതിൻ്റെ പ്രൈസ് അലേർട്ട് വേണമെങ്കിൽ ഇവിടുന്ന് സെറ്റ് ചെയ്യുക. SIP മോഡ് സ്റ്റാർട്ട് ചെയ്യാം. പെർഫോമൻസ് 52 വീക്കിലെ ലോവർ സർക്യൂട്ട്, അപ്പർ സർക്യൂട്ട് കാര്യങ്ങൾ, ദെൻ അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽസ് എല്ലാം വരും. സോ ഇവിടുന്ന് തന്നെ നമുക്ക് ചാർട്ട് വ്യൂ ചെയ്യാം. ചാർട്ട് ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ലൈവ് വന്നു. സോ ഡേ ക്യാൻഡിൽ 5 മിനിറ്റ്സ് ക്യാൻഡിലേക്ക് മാറ്റാം, ഷിഫ്റ്റ് ചെയ്യാം. സോ മറ്റ് ബ്രോക്കേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള തന്നെ ബേസിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് മൊബൈലിൽ തന്നെ വോളിയം പ്രൊഫൈൽ ആഡ് ചെയ്യാം. മൊബൈലിൽ ഏതെങ്കിലും എല്ലാ അവൈലബിൾ, പുതിയതായിട്ട് ഒന്നും എടുത്തു പറയാനില്ല. കാരണം മറ്റ് ബ്രോക്കേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും. ഇവിടെ ഒരു ഡേറ്റ് റേഞ്ച്, 3 years, 1 year, ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. കോമ്പറ്റീറ്റർ ബ്രോക്കേഴ്സിലുള്ള സെയിം ഓപ്ഷൻസ് തന്നെ. അല്ലെങ്കിൽ കറൻ്റ്ലി ഒരു ബുള്ളിഷ് ട്രെൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യൂ ചെയ്യാം. സോ ഇൻഡിക്കേറ്റേഴ്സ് സെയിം തന്നെ. സോ ഇതാണ് മൊബൈലിലാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഞാൻ റഫ്ലി സ്ക്രോൾ ചെയ്യാം. സോ കാണാൻ പറ്റും അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്. സോ ഓൾമോസ്റ്റ് ഓൾ ഇൻഡിക്കേറ്റേഴ്സ്, ATR, ട്രൂ റേഞ്ച് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാ ഇൻഡിക്കേറ്റേഴ്സും, മൂവിങ് ആവറേജുകൾ, സോ ധാരാളം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. സോ മൊബൈൽ വെർഷനിൽ തന്നെ എല്ലാവിധ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നമുക്കത് യൂസ് ചെയ്യാം. ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിവേ ഇത്രയേ ഉള്ളൂ. കാരണം വെബ് വെർഷനിൽ നമ്മൾ കണ്ട എല്ലാ ഫീച്ചേഴ്സും മൊബൈൽ വെർഷനിലും ഉണ്ട്. കറൻ്റ്ലി ആൻഡ്രോയിഡിലാണ്. സോ iOSലും സെയിം അപ്ഡേറ്റ്സ് തന്നെ ഉടനെ റിലീസ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു റിവ്യൂ പ്രോസസ്സ്. കംപ്ലീറ്റ് ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും കവർ ചെയ്തു. ക്യാഷ് സെഗ്മെൻറ്റിൽ മാത്രമേ ഇപ്പം വന്നിട്ടുള്ളൂ. ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് കമ്മിങ് റിലീസുകളിലുണ്ടാവും. സോ തീർച്ചയായിട്ടും ക്യാഷ് സെഗ്മെൻറ്റിൽ ഇത്രയേ ചെയ്യാനുള്ളൂ. അപ്പം ഒരു പുതിയതായിട്ട് ഒരു പാരലലി ഓൾറെഡി എല്ലാ ബ്രോക്കേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു പാരലലി ഒരു ബ്രോക്കർ അക്കൗണ്ടും കൂടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും Paytm മണി നല്ലൊരു ഓപ്ഷനാണ്. കാരണം Paytm ഈ സെക്ടറിൽ വളരെ സ്റ്റോക്ക് ബ്രോക്കർ ഫീൽഡിൽ പുതിയതാണെങ്കിൽ പോലും കൊമേഴ്സിങ്, ഈ പേയ്മെൻറ്റ് സെക്ഷൻ, ഡിജിറ്റൽ പേയ്മെൻറ്റ് ബാങ്ക് എന്നുള്ള സെക്ടറിൽ വളരെ ലീഡിങ് ആയിട്ടുള്ള ഒരു ഫേമാണ് Paytm. സോ അവരുടെ ഈ ഒരു വളരെ കോംപ്രമൈസിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത് സ്റ്റോക്ക് ബ്രോക്കർ. അപ്പോൾ ഒരിക്കലും അത് മോശമാവാൻ വഴിയില്ല.